കുവൈത്തിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെ അതിശക്തമായ വ്യോമാക്രമണം നടത്തിയ ഇറാന്റെ ശക്തിയെക്കുറിച്ച് ഇന്ന് ഇറാന്റെ റിപ്പബ്ലിക് ഗാർഡ് തലവനായ അമീർ ഹാത്തമി ഒരു വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മിസൈൽ ആക്രമണമല്ല, ഇറാന്റെ കൈവശമുള്ള അമേരിക്കൻ നിർമ്മിതമായ F-5 എന്നറിയപ്പെടുന്ന വളരെ പഴക്കം ചെന്ന യുദ്ധവിമാനമാണ്. ഈ യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ടാണ് കുവൈത്തിലുള്ള അമേരിക്കയുടെ വ്യോമതാവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതൊരു അത്ഭുതമാണ്. അദ്ദേഹം പറയുന്നത് ഇന്ന ഖുവ്വത്തുൽ ഈമാൻ യല്ലതി തസ്തതിഉ ഇസാല മുഖാതല F-5 ഇലാ ഫൗഖി മവാഖിൽ ഖുവ്വാത്തിൽ അംരികിയ ഫിൽ കുവൈത്ത്. കുവൈത്തിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് മുകളിൽ F-5 എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം പറത്തിയത് വിശ്വാസത്തിന്റെ കരുത്ത് മാത്രമാണ് എന്നാണ്. കാരണം അവിടെ അദ്ദേഹം പറയുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഭൂമിയിലുള്ളതും അന്തരീക്ഷത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയുടെ ബേസുകളിൽ ഉണ്ട്. അതായത് യുദ്ധവിമാനങ്ങളിൽ വ്യോമതലങ്ങളിൽ നിന്ന് തന്നെ ഈ വിമാനങ്ങളെ തകർക്കാൻ കഴിവുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കുകയാണ്. അതോടൊപ്പം റഡാറുകളും ഓട്ടോമാറ്റിക് പ്രവർത്തിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ അത് ഭൂമിയിലും നിലനിൽക്കുകയാണ്. ആ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇത്രയും പഴയ ആധുനിക സംവിധാനങ്ങളില്ല, സ്റ്റെൽത്ത് സംവിധാനങ്ങളില്ല, അതൊന്നുമില്ലാത്ത ഒരു F-5 യുദ്ധവിമാനം കുവൈത്തിലുള്ള അമേരിക്കൻ ബേസുകളെ ആക്രമിച്ചത് എന്ന് ചോദിച്ചാൽ അത് വിശ്വാസത്തിന്റെ കരുത്ത് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, യുദ്ധം അവസാനിച്ച് വലിയൊരു വാർത്തയായിരുന്നു ഇറാന്റെ F-5 അമേരിക്കയുടെ വ്യോമ താവളങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നത്. ഇതൊരു അത്ഭുതകരമായ ഒരു റിപ്പോർട്ടായിരുന്നു. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അമീർ ഹാത്തമി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്.